നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. ഇന്ന് കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,491 ദിവസമാണ്. മലയാളത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 കന്യമാസം 22-ാം തീയതിയാണ്. ശകവർഷം 1947 ആശ്വിന മാസം 16-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 8-ാം തീയതിയാണ്. ഇന്ന് കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. ഉച്ചയ്ക്ക് 2:22 വരെയുള്ള സമയത്താണ് ദ്വിതീയ വരുന്നത്. തുടർന്ന് തൃതീയ തിഥി ആരംഭിക്കുന്നു. നക്ഷത്രം വരുന്നത് അശ്വതി നക്ഷത്രമാണ്. രാത്രി 10:44 വരെയുള്ള സമയത്ത് അശ്വതി നക്ഷത്രം ഉണ്ട്. തുടർന്ന് ഭരണി നക്ഷത്രം ആരംഭിക്കുന്നു. കഴുത കരണമാണ്. വൈകിട്ട് 4:08 വരെയാണ് കഴുത കരണം. നിത്യയോഗം വരുന്നത് ഘർഷണനാമ നിത്യയോഗമാണ്. ഉച്ചയ്ക്ക് രാത്രിയിൽ 1:02 വരെയുള്ള സമയത്ത് ഈ ഘർഷണനാമ നിത്യയോഗം ഉണ്ട്. ഞാറ്റുവേല അത്തം ഞാറ്റുവേല തന്നെയാണ്. ഋതു ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായന കാലമാണ്. ദിവസം ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15 ഉദയം വരുന്നു. വൈകിട്ട് 6:07 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 51 42 ദിനമാനം. പകലിൻ്റെ ദൈർഘ്യമാണ് ഈ ദിനമാനമായിട്ട് പറയുന്നത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 12:11 തുടങ്ങി 1:40 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 10:42 തുടങ്ങി 12:11 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 7:44 തുടങ്ങി 9:13 വരെയുള്ള സമയത്താണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:47 മുതൽക്ക് 12:09 വരെയും തുടർന്ന് 12:13 മുതൽക്ക് 12:35 വരെയും ഉള്ള സമയത്താണ്. അഭിജിത്ത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ ഇതൊരു സുമുഹൂർത്തമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കൊക്കെയും എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്ന കന്യകൂറുകാർക്കാണ്. ഉത്രത്തിൽ 3/4 അവസാനത്തെ 3 പാദം, അത്തം ചിത്തിര 1-2 പാദം ഈ നക്ഷത്രക്കാർക്കാണ് ഇന്ന് കന്നി ചന്ദ്രാഷ്ടമം സംഭവിക്കുന്നത്. അതായത് 8ാമത്തെ ഭാവത്തിൽ ചന്ദ്രൻ വരിക. ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളതല്ല. ആയതുകൊണ്ട് നൂതനമായിട്ടുള്ള പദ്ധതികൾ ആരംഭിക്കുക, അല്ലെങ്കിൽ പ്രധാന കർമ്മങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള യാത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് അശ്വതി നക്ഷത്രമാണ്. ഔഷധ സേവയ്ക്കും അതുപോലെ യാത്ര, വിദ്യാരംഭം മുതലായിട്ടുള്ള നൂതനമായിട്ടുള്ള ആഭരണം ധരിക്കുക, ഗജകാര്യം, മറ്റ് ക്ഷേത്രകാര്യം, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ് അശ്വതി നക്ഷത്രം. ഇന്ന് കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. രാജ്യകാര്യത്തിനും വിവാഹത്തിനും അതുപോലെ നൂതനമായിട്ടുള്ള വാസ്തു ഭൂഷണാദികൾ ധരിക്കുക, ഉണ്ടാക്കുക, വ്രതം, ദൈവപ്രതിഷ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.